Hello students, welcome back to my channel. In the class 12 electrostatic chapter lecture number 2 ആണ്. So with no more waiting, let's get started. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലെ ഈ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ചാർജ് എന്താ, ചാർജിന്റെ മെത്തേഡ്സ് എന്താ, കുളംസ് ലോ എന്താ, പിന്നെ കുളംസ് ലോയും ഗ്രാവിറ്റേഷണൽ ലോയും തമ്മിലുള്ള റിലേഷൻ എന്താ, ഇതെല്ലാം ഡിസ്കസ് ചെയ്തു. അതിനോട് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടോപ്പിക് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. വാട്ട് ഡു യു മീൻ ബൈ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ? അതായത് നമുക്കറിയാം വാട്ട് ഈസ് കുളംസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. രണ്ട് ചാർജസ് തമ്മിൽ സർട്ടൻ ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ ഏത് ഫോഴ്സ് ആണെങ്കിലും ഇറ്റ് ഈസ് ആക്ച്വലി ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദെയർ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ്. സോ ഇതാണ് നമ്മുടെ കുളംസ് ലോ ഫിസിക്കൽ ടു കെ Q1 Q2 ബൈ ആർ സ്ക്വയർ. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പളിൽ ഡിസ്കസ് ചെയ്യുന്നത് മൂന്നിൽ കൂടുതൽ ചാർജസ് ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ ഒരു ചാർജിന് എന്ന് പറയുന്നത് ബാക്കി ഇപ്പോൾ 3 ചാർജാണ് ഉള്ളത്. ഇവിടെ 3 ചാർജിലെ ഈ ഒരു Q ചാർജിനെ ആരൊക്കെ കാരണം ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും? Q1 കാരണം എക്സ്പീരിയൻസ് ചെയ്യും, Q2 കാരണം എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ഈ ഒരു Q ചാർജിന്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് അതിന്റെ വെക്റ്റർ സം ആണ്, നോട്ട് സ്കാലർ സം. വെക്റ്റർ ഇവിടെ നമ്മൾ അഡീഷൻ ചെയ്യേണ്ടത് വെക്റ്റർ അഡീഷൻ ആണ്. ഈ ഒരു Q ചാർജിന് Q1 ചാർജും Q2 ചാർജും കാരണം എക്സ്പീരിയൻസ് ചെയ്യുന്നത് വെക്റ്റർ സം ഓഫ് ദ ഫോഴ്സ് ആണ് കേട്ടോ. സോ F net means total force on Q is actually the vector sum of Q1 and Q2. This force between force due to Q1 and force due to Q2, that's the total F net. Clear? ഇതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, അതായത് ഇപ്പൊ രണ്ട് ചാർജ് തമ്മിലൊരു ഫോഴ്സ് ഉണ്ട്. ഈ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് മൂന്നാമത് നമ്മളൊരു ചാർജ് പുതിയതായി പ്ലേസ് ചെയ്തു എന്ന് വിചാരിക്കുക. പക്ഷെ അങ്ങനെ മൂന്നാമത് ചാർജ് പ്ലേസ് ചെയ്തെന്ന് വെച്ചിട്ട് ഈ ആദ്യത്തെ ഫോഴ്സിനെ അത് എഫക്ട് ചെയ്യുന്നില്ല. ഫോഴ്സ് ബിറ്റ്വീൻ എനി ടു ചാർജ് ഈസ് അൺഎഫക്റ്റഡ് ബൈ ദ പ്രസൻസ് ഓഫ് തേർഡ് ചാർജ്. മൂന്നാമതൊരു ചാർജ് വന്നെന്ന് കരുതി ആദ്യത്തെ 2 ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സിന് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും വരുന്നില്ല. അപ്പൊ ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ ചാർജ് Q1 exert some force on second charge Q2. Q1 ചാർജ് Q2 ചാർജിന്റെ മുകളിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്തു. തേർഡ് ചാർജ് Q3 Q2ന്റെ അടുത്തോട്ട് കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ Q1 ഉം Q2 തമ്മിലുള്ള ഫോഴ്സിന് എന്ത് ഡിഫറൻസാ വരുന്നതെന്നാണ് ചോദിക്കുന്നത്. ഡിക്രീസസ്, ഇൻക്രീസസ്, റിമെയിൻസ് ദ സെയിം. ഇൻക്രീസസ് Q3 if the same sign of Q1 and decreases if Q3 opposite sign of Q1. സോ ഇവിടെ നമ്മൾ ഒന്നും ഡിസ്കസ് ചെയ്യേണ്ട, നേരത്തെ പറഞ്ഞുള്ളൂ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിൽ 2 ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് അതിന് എഫക്റ്റഡ് ആണ് ഇഫ് വി ബോട്ട് തേർഡ് ചാർജ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ് വരിക? റിമൈൻസ് ദ സെയിം. ഓക്കെ, ഇനി ഇവിടുത്തെ 2 കേസ് നോക്കി നോക്കുക. ഇത് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ നോക്കുക, ഫസ്റ്റത്തെ ഫിഗർ നോക്കാം. ഈ രണ്ടും പോസിറ്റീവ് സൈൻ ആണ്. പോസിറ്റീവ് സൈൻ ചാർജുകൾ നമ്മൾ ഡിസ്റ്റൻസ് ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ നടുക്കിലായിട്ട് എഗെയിൻ സെയിം സൈൻ, പോസിറ്റീവ് സൈൻ തന്നെ കൊടുന്നു വെച്ചിരിക്കണം. അത് തന്നെ ഇവിടെ 2 മൈനസ് സൈൻ, നടുക്കിലായിട്ട് മൈനസ് സൈൻ തന്നെ. അതായത് ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇഫ് സെയിം ചാർജ് ഓഫ് സെയിം സൈൻ ഇസ് ബിറ്റ്വീൻ 2 ഈക്വൽ ചാർജ്, 2 ഈക്വൽ ചാർജസിന്റെ നടുക്കിലായിട്ട് അതിന്റെ സെയിം സൈൻ ആയിട്ടുള്ള ചാർജ് ആണ് കൊടുന്നു വെച്ചിരിക്കുന്നത്. അവർ തമ്മിൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്ത് ഇക്വിലിബ്രിയം ആയിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും, അൺസ്റ്റേബിൾ ആയിരിക്കും? ഉറപ്പായിട്ടും സ്റ്റേബിൾ ആയിരിക്കും. കാരണം എന്താ? ഇവർ തമ്മിൽ പ്രത്യേകിച്ച് അട്രാക്ഷൻ ഒന്നും നടക്കില്ല. റിപ്പൾഷൻ, ഇവിടുന്ന് ഒരു റിപ്പൾഷൻ നടക്കും, ഇവിടുന്ന് റിപ്പൾഷൻ നടക്കും. അതങ്ങനെ സ്ട്രോങ് ആയിട്ട് അതേ പൊസിഷനിൽ തന്നെ നിൽക്കും. അപ്പോൾ ഇതെന്ത് ഇക്വിലിബ്രിയം ആണ്? സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം. ഇവിടെ ചാർജ് രണ്ടും സെയിം ചാർജ്, നടുക്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈൻ ആയിട്ടുള്ള ചാർജ് ആണ് വെച്ചിരിക്കുന്നത്. ഇഫ് ചാർജ് ഓഫ് ദ ഓപ്പോസിറ്റ് സൈൻ ബിറ്റ്വീൻ 2 ഈക്വൽ ചാർജസ്, ഇങ്ങനെയാണ് വെച്ചതെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വിലിബ്രിയം, കാരണം ഇവർ തമ്മിലൊരു അട്രാക്ഷൻ നടക്കൂല്ലേ. അപ്പൊ ആകെ മൊത്തം അട്രാക്ഷൻ നടന്നിട്ട് ആകെ മൊത്തം സ്റ്റേബിൾ അല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നുണ്ടാവുക. ബട്ട് ഇക്വിലിബ്രിയത്തിൽ തന്നെ ആയിരിക്കും, കാരണം 2 സൈഡിൽ നിന്ന് ഈക്വൽ ആയിട്ടുള്ള അട്രാക്ഷൻ നടക്കും. പക്ഷെ ഒരു സ്റ്റേബിൾ അല്ലാത്ത ഇക്വിലിബ്രിയം ആണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പൊ ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഈ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്:
three equal charges Q are placed at the corners of an equilateral triangle. The force on any one charge. അതായത് ഒരു ഇക്വലേറ്റഡ് ട്രയാങ്കിളിന്റെ 3 കോർണറിലായിട്ട് ഇപ്പോൾ നമ്മൾ പ്ലസ് ക്യൂ ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3 ഈക്വൽ ചാർജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത്രയും തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലിപ്പോൾ സപ്പോസ് ഇത് എ ചാർജ്, ഇത് ബി ചാർജ്, സി ചാർജ്. ഈ ഒരു എ ചാർജിൽ ഇപ്പോൾ ഏതെങ്കിലും ഫോഴ്സ് ഓൺ എനി വൺ ഓഫ് ദ ചാർജ്, ഇപ്പോൾ ഈ ഒരു ചാർജിന്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, അല്ലെങ്കിൽ ഈ ഒരു ചാർജിന്റെ മുകളിൽ ഇതിൽ ഏതെങ്കിലും ഒരു ചാർജിന്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് നമ്മൾ ടോട്ടൽ ഫോഴ്സ്, നെറ്റ് ഫോഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പളിന്റെ കോൺസെപ്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ സം എന്ന് പറയുന്നത് സ്കാലർ സം അല്ല, വെക്ടർ സം ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇവർ തമ്മിലുള്ള ഫോഴ്സ് നോക്കാം. എ ബി തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഇസ് ഈക്വൽ ടു കെ ക്യൂ, ഇവിടെയും ക്യൂ തന്നെ, അപ്പോൾ കെ ക്യൂ സ്ക്വയർ. ഇവിടെ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആണ്, അപ്പോൾ 3 sides ആർ ഈക്വൽ, കെ ക്യൂ സ്ക്വയർ ബൈ എ സ്ക്വയർ. സോ ഇതിന് നമുക്ക് ടോട്ടൽ ഫോഴ്സ് എഫ് തന്നെ കൊടുക്കാം കേട്ടോ. ഇനി ഈ എന് ഈ ബി കാരണം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഈ എഫ് ആണ്. ഇനി ഈ എന് അടുത്ത ഫോഴ്സ് എവിടുന്നായിരിക്കും? ഈ സി കാരണം എക്സ്പീരിയൻസ് ചെയ്യില്ലേ, എ ടു സി. ടോട്ടൽ ഈ ഒരു എന്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ എ ടു സി ആണ് കാണുന്നത്. അപ്പോൾ ഇവിടെ എഫ് തന്നെയാണ്, കെ ക്യൂ സ്ക്വയർ ബൈ എ സ്ക്വയർ. ഇവിടെയും സെയിം തന്നെയാണ്. അപ്പോൾ രണ്ടും ഈക്വൽ ഫോഴ്സ് ആണ്. അപ്പോൾ ഇത് കാരണം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഇവിടേക്കും, ഇത് കാരണം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സും ഈ സൈഡിലോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ നെറ്റ് റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും അല്ലേ? കാരണം ഇവിടെ നമ്മൾ സാധാ അഡീഷൻ അല്ല, വെക്ടർ അഡീഷൻ ആണ് കണ്ടത്. വെക്ടർ അഡീഷൻ കാണാനുള്ള ഫോർമുല റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos തീറ്റ. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos തീറ്റ. അപ്പോൾ റിസൾട്ടന്റ് കാണാനുള്ള ഫോർമുല നെറ്റ് റിസൾട്ടന്റ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos തീറ്റ. അവിടെ രണ്ടും ഫോഴ്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഫോർമുല വരുന്നത് റൂട്ട് ഓഫ് എഫ് സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ, കാരണം ഇതും ഫോഴ്സ് തന്നെയാണ്, ഇതും ഫോഴ്സ് തന്നെയാണ്, എഫ് കാരണം സെയിം ഫോഴ്സ് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. എഫ് സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ പ്ലസ് 2f, എ ബി എന്ന് പറയുന്നത് എഫിന്റെ എഫ് ആണ്. അപ്പോൾ 2f സ്ക്വയർ കോസ്, ഇവിടെ തീറ്റ ഏതാണ് വരുന്നത്? ഇവിടെ ആംഗിൾ എത്ര വരുന്നത്? 60 ഡിഗ്രി അല്ലേ? അപ്പോൾ ഈ ആംഗിളും 60 ഡിഗ്രി തന്നെയാണ്. അപ്പോൾ കോസ് 60 എന്ന് പറയുന്നത് 1/2 എഫ് സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ പ്ലസ് 2f സ്ക്വയർ. കോസ് 60 എന്ന് പറയുന്നത് 1/2, 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എഫ് സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ വി ഗെറ്റ് 3f സ്ക്വയർ. ആൻഡ് ഫൈനലി റിസൾട്ടന്റ് സ്ക്വയർ ആണ് കേട്ടോ. റിസൾട്ടന്റ് സ്ക്വയറിന്റെ വാല്യൂ റിസൾട്ടന്റിന്റെ വാല്യൂ ആണ്. അപ്പോൾ ഇതിന്റെ റൂട്ട് കാണാനായിട്ട് റൂട്ട് 3 എഫ് സ്ക്വയറിന്റെ റൂട്ട് 3f. സോ ഫൈനൽ റിസൾട്ടന്റ് എത്രയാണ് വരുന്നത്? റൂട്ട് 3f. റൂട്ട് 3f വാല്യൂ റൂട്ട് 3 ഇൻറ്റു കെ ക്യൂ സ്ക്വയർ ബൈ എ സ്ക്വയർ. സോ ഇതാണ് നമ്മുടെ വെക്ടർ സം വരുന്നത്. ടോട്ടൽ ഇതിന് ഈ ഒരു ചാർജിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് റൂട്ട് 3f ആണ്. ഇപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ടത് ഏത് അഡീഷൻ ആണ്? വെക്ടർ അഡീഷൻ ആണ്. അഡീഷൻ ചെയ്യേണ്ട ഫോർമുല റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos തീറ്റ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണ്ടത് അടുത്തത് നിങ്ങളുടെ ട്രൈ യുവർ സെൽഫ് ക്വസ്റ്റ്യൻ ആണ്. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇവിടെ ട്രയാങ്കിൾ അല്ല, സ്ക്വയർ ആണ്. 4 ഈക്വൽ ചാർജസ്, 4 കോർണേഴ്സ് ഓഫ് സെയിം സ്ക്വയർ, ഈക്വൽ സൈഡുള്ള സ്ക്വയറിൽ ഈക്വൽ സൈഡ് ആണല്ലോ. സ്ക്വയറിലെ 4 കോർണേഴ്സിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് സൈഡ് ഓഫ് എ. അങ്ങനെയാണെങ്കിൽ വൺ ഓഫ് ദ ചാർജിന്റെ ടോട്ടൽ നെറ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ഹിന്റ് തരാം. ഇതാണ് സ്ക്വയർ ക്യൂ 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 ക്യൂ. ഇപ്പം ഈ ഒരു ക്യൂവിനാണ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു ക്യൂവിന് ഈ ക്യൂ കാരണം എക്സ്പീരിയൻസ് ചെയ്യും, ഇത് കാരണം എക്സ്പീരിയൻസ് ചെയ്യും. ഒപ്പം ഈ ഒരു ഡയഗണൽ റിലേഷൻഷിപ്പിൽ ഈ ഒരു ക്യൂ കാരണം എക്സ്പീരിയൻസ് ചെയ്യും. നോട്ട് ചെയ്യേണ്ടത് ഇവിടെ യൂസ് ചെയ്യേണ്ടത് വെക്ടർ സം ആണ്. അപ്പം നെറ്റ് ഫോഴ്സ് ഈ ഒരു ക്യൂവിലോട്ട് എത്രയാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് ഇങ്ങനെ ട്രൈ യുവർ സെൽഫ് ക്വസ്റ്റ്യൻ ആണ്. ട്രൈ യുവർ സെൽഫ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3 charges capital plus q, small q, again plus q are placed respectively at distance 0, d/2 and d from origin on the x-axis. നമ്മളപ്പോൾ ഒരു x-axis വരയ്ക്കാം. ഒരു x-axis. ഈ x-axisന്റെ ആദ്യത്തെ ഡിസ്റ്റൻസ് 0 ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒറിജിനിൽ ആദ്യം പ്ലേസ് ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ q. അത് കഴിഞ്ഞിട്ട് d/2 ഡിസ്റ്റൻസിൽ സ്മോൾ q, again d/2 ഡിസ്റ്റൻസിൽ ക്യാപിറ്റൽ q. ടോട്ടല് ഇവിടെ വരുന്നത് ഡിസ്റ്റൻസ് d/2, ഇതിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് d. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പോയിന്റ് വായിക്കാം. ഇഫ് ദ നെറ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ പ്ലസ് ക്യൂ പ്ലേസ് ദാറ്റ് x is equal to 0 is 0. അതായത് ഈ ഒരു പ്ലസ് ക്യൂവിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ
ഈ ഒരു ക്യൂവിന്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഹിന്റ് തന്നിരിക്കുന്നത് ഈ ഒരു പ്ലസ് ക്യൂവിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ നമുക്കറിയാം ഈ ഒരു പ്ലസ് ക്യൂവിന് ആരൊക്കെ കാരണം ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാം? ഈ ഒരു സ്മോൾ ലെറ്റർ ക്യൂ കാരണം, സ്മോൾ ലെറ്റർ ചാർജ് കാരണം എക്സ്പീരിയൻസ് ചെയ്യാം. അതേപോലെ തന്നെ ക്യാപിറ്റൽ ക്യൂ കാരണം എക്സ്പീരിയൻസ് ചെയ്യാം. പക്ഷെ ഇവർ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ചാർജിന് F1 2 3. അപ്പൊ നമുക്ക് ടോട്ടൽ ഫോഴ്സ് ഓൺ ടോട്ടൽ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡ്യൂ ടു ഫോഴ്സ് ഓൺ ഫസ്റ്റ് ചാർജ് ഡ്യൂ ടു സെക്കൻഡ് ചാർജ് അതിന്റെ വെക്ടർ സം പ്ലസ് ഫോഴ്സ് ഓൺ ഫസ്റ്റ് ചാർജ് ഡ്യൂ ടു തേർഡ് ചാർജ് അതിന്റെ വെക്ടർ സം. അതിന്റെ ടോട്ടൽ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ഇതാണ് എഴുതേണ്ടത് ആദ്യം. ഇനി നമുക്ക് ഇതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിന്റെ ഫോഴ്സ് കാണാം K, ആദ്യത്തത് ക്യാപിറ്റൽ Q സ്മോൾ q ബൈ ഇതിന്റെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് d/2 ഹോൾ സ്ക്വയർ പ്ലസ് അടുത്തത് തന്നിരിക്കുന്നത് K ക്യാപിറ്റൽ Q തന്നെ. അപ്പൊ Q സ്ക്വയർ ബൈ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് d സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 0. സോ നമ്മുടെ വാല്യൂ K Q ഈ ഒരു 2 സ്ക്വയർ 4 വരും. അപ്പൊ 4KQ d സ്ക്വയർ പ്ലസ് KQ സ്ക്വയർ d സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഈ d സ്ക്വയർ സെയിം ഡിനോമിനേറ്റർ ആണ്. അപ്പോൾ ഒരുമിച്ച് d സ്ക്വയർ എഴുതാം. RHSലോട്ട് വരുമ്പോൾ അത് 0 ആയിട്ട് മാറും. 4KQ പ്ലസ് KQ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് ഈ ഒരു ടേമിന് ഈ സൈഡിലോട്ട് കൊണ്ടുവരാം. 4KQ ഇൻറ്റു Q ഈസ് ഈക്വൽ ടു മൈനസ് KQ സ്ക്വയർ. ഇനി ഇവിടെ K ക്യാൻസൽ ചെയ്യുക. ക്യാപിറ്റൽ Q ഇതിൽ സ്ക്വയറിൽ ഒരു Q ക്യാൻസൽ ചെയ്യുക. We get 4Q is equal to minus Q. Qന്റെ വാല്യൂ മൈനസ് Q/4. സോ ഇവിടെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പളിന്റെ അതേ കോൺസെപ്റ്റ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വാല്യൂ മൈനസ് Q/4 ആണ് കിട്ടിയിരിക്കുന്നത്. മൈനസ് Q/4. ഓക്കെ, ആൻസർ കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. Two charges plus Q and plus 4Q are placed distance apart. അതായത് ഒരു L distance അപ്പാർട്ടിലാണ് പ്ലസ് Q ചാർജ് ഉണ്ട് പ്ലസ് 4Q ചാർജ് ഉണ്ട്. പ്ലേസ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് L ആണ്. Where should we keep the third charge on the line joining plus Q plus 4Q? ഈ ഒരു ലൈൻ ജോയിൻ ചെയ്യുന്ന ഏത് സൈഡിലാണ്? ഈ പുറത്തായിരിക്കാം അകത്തായിരിക്കാം. ലൈൻ ജോയിൻ ചെയ്യുന്ന ഒരു പൊസിഷനെ പറഞ്ഞിട്ടുള്ളൂ, അകത്ത് തന്നെ വേണമെന്നില്ല. അപ്പൊ എവിടെയാണ് തേർഡ് ചാർജ് പ്ലേസ് ചെയ്യേണ്ടത്? കണ്ടീഷൻ എന്താ? തേർഡ് ചാർജ് പ്ലേസ് ചെയ്താലും ആ തേർഡ് ചാർജ് ഇക്വിലിബ്രിയത്തിലായിരിക്കണം. ഇക്വിലിബ്രിയത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് അത് എവിടെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് ഇതിന് ഒരു ഷോർട്ട് ട്രിക്ക് ഉണ്ട്. പക്ഷെ നമുക്ക് ആദ്യം സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പലിലെ കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. അതിനുശേഷം ഷോർട്ട് ട്രിക്ക് വെച്ചിട്ട് സോൾവ് ചെയ്യാം. ഷോർട്ട് ട്രിക്ക് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെച്ച് സോൾവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. ബട്ട് നമുക്ക് രണ്ട് മെത്തേഡ് ഇവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ഇതിന്റെ ലോങ് മെത്തേഡ് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് തേർഡ് ചാർജ് പ്ലേസ് ചെയ്യണം. സപ്പോസ് ഞാൻ ജസ്റ്റ് അപ്പൊ ഇതിൽ വെറുതെ ഞാൻ ഒരു ചാർജ് Q1 എന്ന് പറഞ്ഞ ചാർജ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ തന്നെ ആവണമെന്നില്ല, പുറത്തായിരിക്കാം അകത്തായിരിക്കാം, ഏത് സൈഡിൽ വേണമെങ്കിലായിരിക്കാം. ലൈൻ ജോയിൻ ചെയ്യുന്ന ഏത് പൊസിഷൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ തന്നിരിക്കുന്ന കണ്ടീഷൻ അത് ഇക്വിലിബ്രിയത്തിലാണ്. അപ്പൊ ഈ ഒരു പോയിന്റ് ചാർജ് ആണ് ഇവിടെ വെച്ചു. പോയിന്റ് ചാർജ് ആണ്, ഞാൻ മാർക്ക് ചെയ്യണമെന്നില്ല. അപ്പൊ ഈ ഒരു പോയിന്റ് ചാർജിൽ പ്ലസ് Q കാരണവും ഫോഴ്സ് ഉണ്ടാവും, അതേപോലെ 4Q കാരണം ഫോഴ്സ് ഉണ്ടാവും. പക്ഷെ ഇക്വിലിബ്രിയത്തിൽ ആയതുകൊണ്ട് തന്നെ രണ്ട് ഫോഴ്സും ഈക്വൽ ആവും. രണ്ട് ഫോഴ്സ് ഈക്വൽ ആകുമ്പോഴാണല്ലോ നെറ്റ് ഫോഴ്സ് 0 വരുന്നത്. അപ്പോൾ പ്ലസ് 4Q ഇത് രണ്ട് ഫോഴ്സും ഈ ഒരു ചാർജിന് ഈ ഒരു ചാർജും കാരണം എക്സ്പീരിയൻസിന്റെ രണ്ട് ഫോഴ്സ് എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ എഴുതാം. K പോയിന്റ് ചാർജ് ആണ്. പോയിന്റ് ചാർജ് അല്ലേ, ഏതെങ്കിലും ഒരു ചാർജ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ Q ഉണ്ട്, സ്മോൾ Q ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ക്യാപിറ്റൽ Q ആണ് കൊടുക്കുന്നത് കണ്ടുപിടിക്കാനായിട്ട്. ഇപ്പൊ ഇവിടെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ Q ഞാൻ ഇവിടെ ജസ്റ്റ് പ്ലേസ് ചെയ്തു. അപ്പൊ ഈ ഒരു Qന് ഈ ഒരു പ്ലസ് Q കാരണം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് FKQ ബൈ ഡിസ്റ്റൻസ് നമുക്ക് അറിയില്ല ഏത് ഡിസ്റ്റൻസിലാന്ന്. അപ്പൊ നമുക്ക് ഒരു ഡിസ്റ്റൻസ് X എടുത്തു. ഫസ്റ്റ് ഡിസ്റ്റൻസ് X എടുക്കുകയാണെങ്കിൽ Q ഡിസ്റ്റൻസ് എന്നുള്ളത് X ഡിസ്റ്റൻസ് 4Qന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് അപ്പൊ എന്തായിട്ട് മാറും? ഇപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് L ആണെങ്കിൽ L മൈനസ് X വരും അല്ലെ. അപ്പൊ നമുക്ക് ഈ വെറും Qന്റെ X എടുത്തിരിക്കും. നമുക്ക് ഡിസ്റ്റൻസ് X² കൊടുക്കാം. This is also equal to the force experienced by
experience due to 4q. അപ്പോൾ അതിലെങ്ങനെ k into 4q into q by distance എത്ര വന്നിരിക്കുന്നത് l minus x whole square. യെസ്, അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യാം. ജസ്റ്റ് ഈ q ക്യാൻസൽ ചെയ്ത് കളയാം, ഈ q ക്യാൻസൽ ചെയ്ത് കളയാം, എക്സും ക്യാൻസൽ ചെയ്യുക, സോറി k ക്യാൻസൽ ചെയ്യുക. ഫൈനലി വി ഗെറ്റ് 1/x² ഈസ് ഈക്വൽ ടു 4/l minus x whole square. നോക്കുകയാണെങ്കിൽ എല്ലാതും പെർഫെക്റ്റ് സ്ക്വയറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1/x ഈസ് ഈക്വൽ ടു 2/l minus x ഇങ്ങനെ എഴുതാം. അപ്പോൾ l minus x ഈസ് ഈക്വൽ ടു 2x. ഓക്കെ, l minus x ഈസ് ഈക്വൽ ടു 2x. l മൈനസ് എക്സിന് അപ്പുറത്തെ LH സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ 3x ആൻഡ് വി ഗെറ്റ് x ഈസ് ഈക്വൽ ടു l/3. l/3 എന്ന് പറയുന്നത് ഫ്രം q ആണല്ലോ. അപ്പോൾ l/3 distance from q l/3 from q towards 4q. ഈ ഒരു l/3 ഡിസ്റ്റൻസ് എവിടെ നിന്ന് നമ്മൾ q-നല്ല x കൊടുത്തിരിക്കുന്നത്. അപ്പോൾ l/3 ഫ്രം q ടുവേർഡ്സ് 4q അല്ലേ. സോ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. പക്ഷെ ഇത് നമുക്കൊരു ഷോർട്ട് ട്രിക്ക് ഉണ്ട്. അപ്പോൾ ഷോർട്ട് ട്രിക്കിന് മുന്നേ ആ ഷോർട്ട് ട്രിക്കിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതി വെക്കാം. ഓക്കെ, ഈ ഒരു ട്രിക്ക് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും വിത്തിൻ 1 സെക്കൻഡ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ട്രിക്ക് എന്താ നോക്കാം. ഫസ്റ്റത്തെ കണ്ടീഷൻ, ഇപ്പൊ നമ്മൾ ഡിസ്റ്റൻസ് അപ്പാർട്ട് ചെയ്തിരിക്കുന്ന രണ്ട് ചാർജ് എന്ന് പറയുന്നത് സെയിം സൈൻ ആണെന്ന് വിചാരിക്കുക. അപ്പൊ Q1 Q2 സെയിം സൈൻ. ഇപ്പൊ പ്ലസ് Q പ്ലസ് 4Q, ഇപ്പൊ രണ്ടിന്റെയും ചാർജ് എന്ന് പറയുന്നത് സെയിം ആണ്, അത് പോസിറ്റീവ് ചാർജ് ആണ്. ആ ഒരു കണ്ടീഷനാണ് വരുന്നതെങ്കിൽ തേർഡ് ചാർജ് എന്ന് പറയുന്നതും ഇക്വലിബ്രിയത്തിൽ ആവണമെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് പറയുന്നത് സ്മോളർ ചാർജിന്റെ അടുത്തായിരിക്കും ഇൻ ബിറ്റ്വീൻ ടു ചാർജസ്. അതായത് ഒന്നുകൂടി ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം. സപ്പോസ് ഞാൻ എടുത്തിരിക്കുന്നത് പോസിറ്റീവ് ചാർജ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ആണ്. ഒരെണ്ണം +1, ഒരെണ്ണം +4, ഇത് -2, -5 ഇങ്ങനെയാണ് വന്നിരിക്കുന്ന രണ്ട് കണ്ടീഷൻ എന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ Q1 Q2 സെയിം സൈൻ. അതെ, Q1ഉം Q2ഉം സെയിം സൈൻ ആണ്. Q1 Q2 സെയിം സൈൻ ആണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ കഴിഞ്ഞു. തേർഡ് ചാർജ് എവിടെയായിരിക്കണം? തേർഡ് ചാർജിന്റെ ഇക്വിലിബ്രിയത്തിൽ ഉണ്ടാവണം. ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷൻ എന്താ? അവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ നെറ്റ് ഫോഴ്സ് 0 കിട്ടണമെങ്കിൽ ഏത് സ്ഥലത്താണ് പ്ലേസ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. അപ്പൊ ഇക്വിലിബ്രിയത്തിലായിരിക്കണമെങ്കിൽ, അതായത് നെറ്റ് ഫോഴ്സ് 0 കിട്ടണമെങ്കിൽ തേർഡ് ചാർജ് നമ്മൾ എവിടെ വെക്കണം? നിയർ ടു സ്മോളർ ചാർജ്. അതായത് ഇതിൽ ഏതാണ് സ്മോളർ ചാർജ്? ഇതല്ലേ സ്മോളർ ചാർജ്. ഇതിലേതാ സ്മോളർ ചാർജ്? ഇതല്ലേ സ്മോളർ ചാർജ്. അപ്പൊ ഇതിൽ ഏതാണ് ചെറിയ ചാർജ്? ആ ചാർജിന്റെ തൊട്ടടുത്തായിരിക്കും തേർഡ് ചാർജ് വരും. സെൻട്രലല്ല വരിക, ഈ ചാർജിന്റെ തൊട്ടടുത്തായിരിക്കും വരിക. മാത്രമല്ല ഇൻ ബിറ്റ്വീൻ ടു ചാർജ് എവിടെയായിരിക്കും? സെയിം സൈൻ ആയതുകൊണ്ട് ഈ തേർഡ് ചാർജ് വരിക രണ്ട് ചാർജുകളുടെ ഇടയിലായിട്ടാണ് തേർഡ് ചാർജ് വരിക. ഞാൻ പറഞ്ഞു ഇടയിലും വരാം പുറത്തും വരാം, ലൈൻ ജോയിൻ ചെയ്യുന്ന ഏത് പൊസിഷനിലും വരാം. അപ്പോൾ ഇവിടെ രണ്ടും ഒരേ സൈൻ ആണെങ്കിൽ തേർഡ് ചാർജ് സെൻട്രലല്ല ബിറ്റ്വീനിലാണ് വരിക. പക്ഷെ അത് ആരുടെ അടുത്തായിരിക്കും? സ്മോളർ ചാർജ്. ഇവിടെ സ്മോളർ ചാർജ് ആരാ? ഇതാണ്. ഇവിടുത്തെ സ്മോളർ ചാർജ് ആരാണ്? ഇവിടെയാണ്. അപ്പൊ ഇവിടെ സെന്റർ മീൻസ് ഈ ഒരു ബിറ്റ്വീനിലാണ് വരുന്നത് സ്മോളർ ചാർജിന്റെ അടുത്ത്. അപ്പൊ അത് എത്ര ഡിസ്റ്റൻസിലാണ് വരുന്നത്? ആ ഇക്വേഷൻ ആണ് ദിസ് x ഈസ് ഈക്വൽ ടു, x എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം സ്മോളർ ചാർജ്. എത്ര? ഈ സ്മോളർ ചാർജിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാന്നുള്ളതാണ് എക്സിന്റെ വാല്യൂ. ഡിസ്റ്റൻസ് ഫ്രം സ്മോളർ ചാർജ്. ഓക്കെ, അതായത് ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു കണ്ടീഷനിൽ എക്സ് എന്ന് പറയുന്നത് ഇതാണ് എക്സ്. ഈ ഒരു എക്സ് ഇതാണ് എക്സിന്റെ വാല്യൂ. ഈ ഒരു എക്സ് കിട്ടിയാൽ ടോട്ടൽ ഡിസ്റ്റൻസ് അറിയെങ്കിൽ ഈ ഒരു സൈഡ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ക്വസ്റ്റ്യനിൽ സ്മോളർ ചാർജിന്റെ അടുത്ത് നിന്നുള്ള ദൂരാണോ ലാർജർ ചാർജിന്റെ അടുത്ത് നിന്നുള്ള ദൂരാണോ അതെല്ലാം ചെക്ക് ചെയ്യണം. സ്മോളർ ചാർജിന്റെ അടുത്ത് നിന്നുള്ള ദൂരാണെങ്കിൽ എക്സ് ആണ്, ലാർജർ ചാർജിന്റെ അടുത്ത് നിന്നുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ L - x ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു വാല്യൂ നിന്ന് കിട്ടുന്ന വാല്യൂ ടോട്ടൽ ഡിസ്റ്റൻസ് മൈനസ് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് വേണം അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മളിവിടെ തന്നിരിക്കുന്ന എക്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം സ്മോളർ ചാർജ്. ഇക്വേഷൻ വരുന്നത് √Q1 / √Q1 + √Q2 × L. ഇപ്പൊ പെട്ടെന്ന് കേൾക്കുമ്പോൾ ടഫായിട്ട് തോന്നും, പക്ഷെ അത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. മറ്റതിനേക്കാളും കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണിത്. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ Q1 Q2 ഓപ്പോസിറ്റ് സൈൻ. അതായത് ഇപ്പൊ നമ്മുടെ കണ്ടീഷൻ വന്നിരിക്കുന്നത് ഒരെണ്ണം പ്ലസ് ഒരെണ്ണം മൈനസ് കണ്ടീഷനാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരെണ്ണം +1 ഒരെണ്ണം -4. അപ്പൊ ഇവിടെ ചാർജ് വലുത് വരുന്നത് 4 തന്നെയാണ്. Q1 Q2 ഓപ്പോസിറ്റ് സൈഡ്. തേർഡ് ചാർജ് നിയർ ടു ദ സ്മോളർ ചാർജ്. ഇവിടെയും തേർഡ് ചാർജ് സ്മോളർ ചാർജിന്റെ അടുത്താണ്. അപ്പൊ 1 ആണോ 4 ആണോ വലുത്? 1 ആണ്
സോറി 1 ആണ് 4 ആണ് ചെറുത്, 1 ആണ് ചെറുത്. സ്മോളർ ചാർജിന്റെ അടുത്ത് തന്നെയാണ്. പക്ഷേ ഇവിടെ ഇൻ ബിറ്റ്വീൻ ആയിരുന്നു, ഈ ഒരു ഡിസ്റ്റൻസിന്റെ ഇൻ ബിറ്റ്വീൻ ആയിരുന്നു. പക്ഷെ ഇവിടെ ലൈൻ ജോയിനിങ് ഔട്ട്സൈഡ് ആണ്, ഈ ഒരു പുറത്താണ് വരിക. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുക കേട്ടോ. ടോട്ടൽ ഡിസ്റ്റൻസ് നിന്ന് ഈ ഒരു ഡിസ്റ്റൻസ്, ഇത്രയും ഡിസ്റ്റൻസിലാണ് നമ്മുടെ തേർഡ് ചാർജ് ഉണ്ടാവുക, ഒരിക്കലും ബിറ്റ്വീൻ ആയിരിക്കില്ല. അപ്പൊ അതിന്റെ ഇക്വേഷൻ ഇവിടെയും Q1, ഇവിടെ നമ്മൾ Q1 എടുക്കേണ്ടത് എപ്പോഴും ഇപ്പൊ ഈ കേസിൽ എടുക്കുമ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാമായിരുന്നു. പക്ഷെ ഇതിലെ കേസിൽ നമുക്ക് ഏതെടുക്കണം, √Q1 വലുത് തന്നെ എടുക്കണം. √Q1 ബൈ ചെറുതാണ് എടുക്കേണ്ടത്, √Q1. Q1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്മോളർ ചാർജ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഡിഫറൻസ് ഉണ്ട്, √Q2 മൈനസ് √Q1. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത്. √Q1 ബൈ √Q2 മൈനസ് √Q1. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാക്കാം. അപ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. ഈ പറയുന്നതിനേക്കാൾ എളുപ്പം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ ഈ ഒരു ട്രിക്ക് വെച്ച് ചെയ്ത് നോക്കി നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന രണ്ട് ചാർജ് എന്ന് പറയുന്നത് +Q + 4Q, +Q + 4Q. അപ്പൊ നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ ഏതാണ്, സെയിം ചാർജ് ആണോ ഓപ്പോസിറ്റ് ചാർജ് ആണോ നോക്കണം. ആദ്യത്തെ കണ്ടീഷൻ സെയിം ചാർജ് ആണ്. അപ്പൊ നമ്മൾ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഉറപ്പായിട്ടും നമ്മുടെ തേർഡ് ചാർജ് ഇതിന്റെ ഉള്ളിൽ എവിടെയാണ് വരിക. പക്ഷെ എവിടെയാണ് തേർഡ് ചാർജിന്റെ അടുത്ത്, അല്ലെ ഈ തേർഡ് ചാർജിന്റെ അടുത്ത് എവിടെ, ഈ ഒരു പൊസിഷനിലായിട്ടാണ് വരിക. അപ്പൊ അത് എത്ര ഡിസ്റ്റൻസിലാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ ഇക്വേഷൻ വരുന്നത് √Q1 ബൈ √Q1 പ്ലസ് √Q2 ഇൻറ്റു ടോട്ടൽ ഡിസ്റ്റൻസ് L. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ √Q1 ഇവിടെ ഏതാണ് √Q1, √Q വെറും Q തന്നെ അല്ലേ. √Q ബൈ √Q പ്ലസ് ഇൻറ്റു അല്ല പ്ലസ് ആണ്, അത് ശ്രദ്ധിക്കണം. √4Q ഇൻറ്റു ടോട്ടൽ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, പ്ലേസ് അറ്റ് L ഡിസ്റ്റൻസ്. ടോട്ടൽ ഡിസ്റ്റൻസ് പറയുന്നത് L ആണ്, ഇൻറ്റു L തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ സിമ്പിൾ ആയിട്ട് ഇവിടെ √Q ആണല്ലോ. അപ്പൊ എല്ലാ പൊസിഷനിലും √Q വെച്ച് തന്നെ ഡിവൈഡ് ചെയ്താൽ മതി. √Q ബൈ √Q ബൈ √Q ബൈ √Q പ്ലസ് √4Q ബൈ √Q ഇൻറ്റു L. അപ്പൊ ഇത് ക്യാൻസൽ ചെയ്ത് 1 ആയി, ഇത് ക്യാൻസൽ ചെയ്ത് 1 ആയി. ഇവിടെ √Q ക്യാൻസൽ ചെയ്തു. √4 ആണ് പിന്നെ പെൻഡിങ് ഉള്ളത്. 1/1 പ്ലസ് √4ന്റെ വാല്യൂ 2 ആണ് അല്ലെ. 1/1 പ്ലസ് 2 ഇൻറ്റു L. യെസ്, സോ 1 പ്ലസ് 2 എന്ന് പറയുന്നത് 1/3 ഇൻറ്റു L, അതായത് L/3. അപ്പൊ L/3 ഏത് ചാർജിൽ നിന്നാണ്, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് L/3. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ചോദിച്ചതെങ്കിൽ L മൈനസ് L/3. അപ്പൊ ഏതാണ് ക്വസ്റ്റ്യൻ അനുസരിച്ച് ചെയ്യണം. തേർഡ് ചാർജസിന്റെ ഇക്വലിബ്രിയം. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുക, L/9 ഫ്രം Q, L/9 ഫ്രം 4Q, L/3 ഫ്രം Q. യെസ്, L/3 ഫ്രം Q ടുവേർഡ്സ് 4Q. അപ്പൊ ഇതാണ് ഈ ഒരു മെത്തേഡ് വെച്ച് പെട്ടെന്ന് ചെയ്യും. ഇതിന്റെ ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. ജസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി, കണ്ടീഷൻസ് ചെയ്താൽ നോക്കിയാൽ മതി, നമുക്ക് ട്രിക്ക് ഉപയോഗിച്ച് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഏതാണ് വരുന്നത്, L/3 ഫ്രം Q ടുവേർഡ്സ് 4Q. അപ്പൊ 4Qവിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിക്കണമെങ്കിലോ, 4Qവിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിക്കണമെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആണ് കണ്ടത്, അതായത് L മൈനസ് L/3, അതായത് L/9 ആണ് കണ്ടത്. ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേ ബേസ് ചെയ്തിട്ടുള്ള സെയിം കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് ഡയറക്റ്റ് ഈ ഒരു ട്രിക്ക് വെച്ച് തന്നെ സോൾവ് ചെയ്ത് നോക്കിയാക്കാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 4Q find the distance from where 4Q where a third charge can be remain in equilibrium. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ലല്ലോ. യെസ്, ഈ ക്വസ്റ്റ്യനിൽ ഒരു ഫിഗർ ഉണ്ടായിരുന്നു, 4Q 9Q തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് തേർഡ് ചാർജ് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്, ഇക്വിലിബ്രിയത്തിൽ തന്നെ ഇരിക്കണം, നെറ്റ് ഫോഴ്സ് 0 ആവണം. അപ്പൊ നമുക്ക് മറ്റു വലിയ കോൺസെപ്റ്റ് വെച്ച് ചെയ്യേണ്ട, ഡയറക്റ്റ് ഷോർട്ട് ട്രിക്ക് വെച്ച് ചെയ്യാം. ആദ്യം ചെക്ക് ചെയ്യേണ്ടത് രണ്ടും സെയിം സൈൻ ആണോ ഓപ്പോസിറ്റ് സൈൻ ആണോ എന്നുള്ളതാണ്. അപ്പൊ നോക്കിയപ്പോൾ സെയിം സൈൻ തന്നെയാണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ. അപ്പൊ എന്തായാലും തേർഡ് ചാർജ് ഇൻ ബിറ്റ്വീൻ ദിസ് 2 ചാർജസ് ആണ് വരിക. ആരുടെ അടുത്തായിട്ടാണ് വരിക, സ്മോളർ ചാർജിന്റെ അടുത്ത്, അതായത് +4Qന്റെ അടുത്തായിട്ടാണ് വരുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് ഫ്രം 4Q തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഡയറക്റ്റ് നിന്ന് കിട്ടുന്ന വാല്യൂ തന്നെയാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പൊ ഇക്വേഷൻ എന്താ വരുന്നത്, √Q1 ബൈ √Q1 പ്ലസ് √Q2 ഇൻറ്റു L. യെസ്, ഇതിൽ സ്മോളർ ചാർജ് എന്ന് പറയുന്നത് 4Q ആണ്. അപ്പൊ √4Q ബൈ √4Q പ്ലസ് വലിയ ചാർജ് √9Q. ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ടോട്ടൽ ഡിസ്റ്റൻസ് L ആയിട്ട് തന്നെയാണ് തന്നിരിക്കുന്നത്, L. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്ത്, ഈ ഒരു √4Qനെ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്ത് കളയാം. √4Q ബൈ √4Q ബൈ √4Q ബൈ √4Q പ്ലസ് √9Q ബൈ √4Q. ഓക്കെ, അപ്പൊ ഇവിടെ ഡയറക്റ്റ് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് പറ്റും. അപ്പൊ √4Q ബൈ √4Q 1 ബൈ ഇവിടെ 1 പ്ലസ് √Q ക്യാൻസൽ ചെയ്ത് കളയും. ഇനി √9ന്റെ വാല്യൂ 3, √4ന്റെ വാല്യൂ
2. അപ്പോൾ 3/2 ആൻസർ ഇൻറ്റു എൽ. 1/1 + 3/2. 1/1 + 3/2ന്റെ വാല്യൂ നോക്കാം. 2 + 3/2 = 5/2. 1/5/2 ഇൻറ്റു എൽ. ബട്ട് മുകളിലോട്ട് വരുമ്പോൾ 2/5 ഇൻറ്റു എൽ. അതായത് 2l/5 ആണ് ആൻസർ വരുന്നത്. ഈ ആൻസർ ഇവിടെയാണ് കിടക്കുന്നത്. ഓപ്ഷൻ നമ്പർ ബി 2l/5 ആണ്. കണ്ട ആൻസർ ഈസി ആയിട്ട് കിട്ടി. അല്ലെങ്കിൽ ഇതുപോലത്തെ വലിയ വലിയ ഇക്വേഷൻസ്, വലിയ വലിയ ചാർജസ് ഒക്കെ വരുമ്പോൾ മറ്റു കോൺസെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കാൽക്കുലേഷൻ തെറ്റും. ഇതാകുമ്പോൾ കാൽക്കുലേഷൻ സിമ്പിൾ ആയിട്ട് കഴിയും. 1 മിനിറ്റിനകത്ത് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനകത്ത് തന്നെ സെയിം അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് അടുത്തത്. ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് തേർഡ് ചാർജ് ഓൺ ലൈൻ ജോയിനിങ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് +q ആൻഡ് -9q ആണ്. വേർ ഇറ്റ് വിൽ റിമെയിൻ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിൽ ഇപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എൽ തന്നെയാണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് +q ഒന്ന് -9q ആണ്. അപ്പോൾ ഏതാ കണ്ടീഷന് ചെക്ക് ചെയ്യുക, ആൻസർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ട്രൈ യുവർ സെൽഫ് വീഡിയോ ആണിത്. ഓക്കെ, ഇത് ആൻസർ ചെയ്യാനായിട്ട് പറ്റുമോ നോക്കുക. ഓക്കെ.